സോപ്പ് നിർമ്മാണം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ കുട്ടികളും പങ്കാളികളായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് വെള്ളവും വെളിച്ചെണ്ണ, കാസ്റ്റിക് സോഡ, സ്റ്റോൺ പൗഡർ, കളർ, പിന്നെ അതിൻ്റെ കൂടെ ഹാർഡ്നർ, പെർഫ്യൂം, ഇത്രയും കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പം ഇതിപ്പോൾ ഒരു കിറ്റിലേക്ക് ഞാനിപ്പോൾ 200 ഗ്രാം കാസ്റ്റിക് സോഡയിൽ 600 ml വെള്ളമാണ് ഒഴിച്ചത്. അങ്ങനെ ആ വെള്ളം ഒഴിച്ചിട്ട് അത് അലിയുന്നവരെ നമ്മൾ ഇളക്കിയെടുക്കണം. നല്ലോണം ഇളക്കി കൂട്ടുക. അപ്പോൾ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും നല്ല പുകയുണ്ടാവും, പാത്രത്തിന് നല്ല ചൂടും ഉണ്ടാവും. ആ ചൂടൊന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 3-4 മണിക്കൂറുകളോളം അത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പാത്രം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ 1,350 വെളിച്ചെണ്ണ എടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് 200 ഗ്രാം സ്റ്റോൺ പൗഡർ ഇട്ടിട്ട് തരിയില്ലാണ്ട് ലയിപ്പിക്കണം. അത് ഒരു അരമണിക്കൂറോളം നല്ലോണം ഇളക്കി കൂട്ടണം കേട്ടോ. ആ ഇളക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. കുട്ടികളെ ചോദിക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ സ്മെല്ലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണയിലായതുകൊണ്ടാവാം നല്ലൊരു മണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മളവിടെ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം സോപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മോൾഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സോപ്പ് അത് പൊളിഞ്ഞു പോരില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കളറ് ചാലിച്ചിട്ട് അതേപോലെ തന്നെ നല്ലോണം ഇളക്കിയെടുക്കുക. കളറിപ്പം നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് കാണാം അത് കറക്റ്റ് ചന്ദ്രിക സോപ്പിൻ്റെ ആ ഒരു കളർ തന്നെ ആയി കിട്ടും. പിന്നെ അതിന് ശേഷം തണുത്ത കാസ്റ്റിക് സോഡയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഹാർഡ്നർ ഒഴിക്കുക. അതിന് ശേഷമാണ് നമ്മൾ നല്ലോണം അതും ഹാർഡ്നർ ഒഴിച്ച് നല്ലോണം ഇളക്കുക. ഹാർഡ്നർ തന്നെ ഒഴിച്ചാൽ നമുക്കറിയാം അതിങ്ങനെ കുറുകി വരാനുണ്ട്. പിന്നെ കുറുകി വന്നതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ പെർഫ്യൂം ചേർത്ത് വീണ്ടും ഇളക്കാൻ തുടങ്ങുക. 1 മിനിറ്റോളം ആ പെർഫ്യൂം ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെർഫ്യൂമിന് അധികം സമയമൊന്നും വേണ്ട. പിന്നെ ലായനി കുറുകി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഈ ലായനി കൂടെ ഒഴിച്ച് ചേർക്കുക ചെയ്യുന്നത്. നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യാം. കാരണം ഓരോ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം എല്ലാവരും വന്ന് മേടിക്കുക. അപ്പോൾ നമ്മൾ സോപ്പ് സെറ്റായതിന് ശേഷം മാത്രമേ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെ നമ്മളിത് എല്ലാം ചെയ്തതിന് ശേഷം മോൾഡിലേക്ക് ഈ ഒരു ലായനി ഒഴിക്കുകയാണ്. നമ്മുടെ എക്സാമിൻ്റെ സമയം കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എപ്പോൾ കിട്ടും എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് വരട്ടെ. അപ്പം നമുക്ക് സോപ്പൊക്കെ കൊടുക്കാം. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ടു ഓൾ.